നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ശിവശങ്കരനും മനുവും കൂടെ വീട്ടിലേക്ക് വരുവാണ്. വീടെത്തി കഴിഞ്ഞപ്പോഴത്തേനും മനു ശിവനോട് പറഞ്ഞു, അതെ അച്ഛാ വീടെത്തിന്ന് പറഞ്ഞു. ശിവശങ്കരന് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. അപ്പൊ അതൊക്കെ കാലിൽ ചാരിയിരുന്ന് മയങ്ങുമായിരുന്നു. അങ്ങനെ ശിവശങ്കരൻ അങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും കമല ഓടി ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, എന്തായി ശിവേട്ട, എന്തായി കാര്യങ്ങൾ, അവനെ കണ്ടോ എന്നൊക്കെ എങ്ങനെ ചോദിക്കുവാണ്. ശിവശങ്കരൻ പറഞ്ഞു, മനു നീ കാര്യങ്ങളൊക്കെ ഒന്ന് പറ, എനിക്ക് വല്ലാത്തൊരു തലവേദന ക്ഷീണോ, ഞാനിന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞു. മനസ്സിന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ശിവശങ്കരന്. അങ്ങനെ ശിവശങ്കരൻ അകത്തേക്ക് കയറിപ്പോയി. ആ സമയത്ത് കമല ചോദിച്ചു, എടാ എന്താ കാര്യങ്ങൾ, അവനെ കണ്ടില്ലേന്ന് ചോദിച്ചു. കണ്ടു, എന്നിട്ടോ? അവനെ കുറിച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എടാ അവിടെ പോയതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായി, അത് പറയാൻ പറഞ്ഞു. അമ്മേ പറയുന്ന കാര്യം കേട്ടിട്ട് അമ്മയ്ക്ക് സങ്കടമോ ദേഷ്യമോ തോന്നിയിട്ടൊന്നും കാര്യമില്ല. അവൻ്റെ കൂടെയുള്ള 2 പേർക്ക് അടുത്ത ദിവസം ജാമ്യം കിട്ടും. പക്ഷെ അവന് ജാമ്യം കിട്ടില്ല എന്ന് പറഞ്ഞു. എന്താടാ നീ പറഞ്ഞേ? അവന് ജാമ്യം കിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കമലയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. കമല പറഞ്ഞു, കൂടെയുള്ള അവന്മാരൊക്കെ രക്ഷപ്പെട്ടു. കാരണം അവരുടെയൊക്കെ വീട്ടിലെ വളയാത്ത നട്ടലും അതുപോലെ നാക്കിന് ബലമുള്ള ആണുങ്ങളുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെയുള്ള ആണുങ്ങളെല്ലാം മണഗുണാഞ്ചന്മാരായ പോലെ എന്തിനേലും കൊള്ളുവോ? ഒരു വായിക്ക് കൊള്ളില്ലാത്ത 2 ആണുങ്ങളാണല്ലോ ഇവിടെ ഉള്ളതെന്നൊക്കെ പറഞ്ഞു. ഭർത്താവും കൊള്ളാം, മോനും കൊള്ളാം, ഒരു വായിക്കും കൊള്ളില്ല എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുകയാണ്. മനുഷ്യനോട് നല്ല ദേഷ്യം വന്നു. മനു പറഞ്ഞു, അമ്മേ അച്ഛൻ ഇനി ചെല്ലാത്ത ചോദിക്കാത്ത ആൾക്കാരില്ല, മുട്ടാത്ത ബാധ്യതകളില്ല, എല്ലാവരുടെ അടുത്തും ചെന്ന് സഹായം ചോദിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ അച്ഛൻ അവസാനം തളർന്നു പോകുന്നുണ്ട്. അമ്മയ്ക്ക് അത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. അമ്മയ്ക്ക് ബുദ്ധിയും ബോധവും ഇല്ലാഞ്ഞിട്ടാണോ അതോ ഇനിയിപ്പോൾ ഇല്ലെന്ന് നടിക്കുന്നതാണോ എന്ന് ചോദിച്ചു. അച്ഛൻ ഈ കിടന്ന് ഓടുന്നൊന്നും അമ്മ കാണുന്നില്ലേ? എന്നിട്ട് അമ്മയ്ക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു ഇങ്ങനെ? പിന്നെ അവന് ജാമ്യം കിട്ടാത്ത അത് അവൻ്റെ കയ്യിലിരിപ്പോണ്ടാണ്. അവൻ ആ പെൺകുട്ടി ഇതിനു മുമ്പ് ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറയുന്നു. അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവൻ്റെ സ്വഭാവം അത്ര നല്ലതായിരുന്നല്ലോ. ഇനി അവൻ ജാമ്യം കിട്ടി പുറത്തു വന്നു കരുതട്ടെ, അവൻ നന്നാകുമോ? അവൻ്റെ സ്വഭാവം നന്നാവും അമ്മയ്ക്ക് ഉറപ്പുണ്ടോ? അമ്മ പറഞ്ഞു കൊടുത്താൽ നന്നാവും അമ്മയ്ക്ക് 100% ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. കമലയ്ക്ക് ഉത്തരവില്ല, വായിക്കാത്ത നാക്കില്ല. ഇങ്ങനെ നാവും കൊണ്ട് പറയാൻ എളുപ്പം അമ്മേ, ഇറങ്ങി പ്രവർത്തിച്ച് കഴിയുമ്പോഴേ അറിയത്തുള്ളൂ. പിന്നെ അച്ഛനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഇവിടെ ഇരുന്നെല്ലാം പറഞ്ഞാൽ മതി, പക്ഷെ ഇറങ്ങി നടക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. അവൻ്റെ കയ്യിരിപ്പോണ്ട് അവനിത് കിട്ടിയിരിക്കുന്നത്, അവൻ ചെയ്തതിനുള്ള ശിക്ഷ അവന് കിട്ടിയിരിക്കുന്നത്, അല്ലാതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്നും പറഞ്ഞു മനു ദേഷ്യപ്പെട്ട് കയറിപ്പോയി. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സൗദാമിനി മുത്തശ്ശി മനുവിൻ്റെ ഫോണിലേക്ക് ബെല്ലടിപ്പിക്കുകയാണ്. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും മനു അങ്ങോട്ട് വന്നു. ആ സമയത്ത് വീണ്ടും ബെല്ലടിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്താ എൻ്റെ സൗദാമിനിയമ്മേ ഇങ്ങനെ ബെല്ലടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്തിരി ക്ഷമ പോലും ഇല്ലേന്ന് ചോദിച്ചു. എടാ നീ പോയ കാര്യം എന്തായി? ഇവിടെ വന്നിരിക്കുക, അതല്ലേ ഞാൻ വിളിച്ചോണ്ടിരുന്നേന്ന് ചോദിച്ചു. കാര്യങ്ങളൊക്കെ പറയാമെന്നും പറഞ്ഞുകൊണ്ട് മനു അവിടെ ഇരുന്നു. പിന്നീട് മനു പറഞ്ഞു, പോയ കാര്യങ്ങളൊന്നും നടന്നില്ല എന്ന് പറഞ്ഞു. നടന്നില്ലേ? എടാ അവനെ കണ്ടോ? ഹരിയെ കണ്ടോ? ഹരിയെ കണ്ടു മുത്തശ്ശി, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ജാമ്യം കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അതെന്താ? അവൻ്റെ കൂടെയുള്ളവർക്കൊക്കെ ജാമ്യം കിട്ടും, പക്ഷേ ഇവൻ്റെ പേരിലെ പോക്സോ കേസും കൂടെ ഉണ്ട്. ഇവൻ ഇതിനു മുമ്പ് ആ പെങ്കുച്ചിനെ പല സ്ഥലത്തും കൊണ്ട് പീഡിപ്പിച്ചിട്ടുണ്ടെന്ന്, അതുകൊണ്ട് ഇവന് ജാമ്യം കിട്ടാൻ വഴിയില്ല എന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, ആകെപ്പാടെ തലയ്ക്ക് ഭ്രാന്താവുമല്ലോ എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാ മുത്തശ്ശി, ചെയ്ത തെറ്റുകൾക്കൊക്കെ ശിക്ഷ അനുഭവിച്ചല്ലേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അച്ഛനും ഞാനൊക്കെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ മുത്തശ്ശി പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാന്ന് പറ, എന്തേലും ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ ഇറക്കായിരുന്നല്ലേന്ന് ചോദിച്ചു. അതെ, പിന്നെ കമല ആകെപ്പാടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നടക്കുമായിരുന്നു ഇവിടെ. എന്തിന്? എടാ നിന്റെ കാര്യം കൂടെ എന്തൊക്കെയോ അറിഞ്ഞിട്ട് അവൾ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് നടന്നേ. നീയെ ആ അലീനെന്ന് പറയുന്ന പെണ്ണിനെ കെട്ടാൻ പോവാണോ എന്ന് ചോദിച്ചു. അതെന്താ? മുത്തശ്ശിയോട് ആരാ അത് പറഞ്ഞെന്ന് ചോദിച്ചു. കമല ഇടയ്ക്കിലൂടെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കേട്ടാ, അവളുടെ കൊക്കിന് ജീവനുണ്ട്, നടക്കില്ല എന്നൊക്കെ. അതാണോ കാര്യം? അല്ല മുത്തശ്ശിയുടെ അഭിപ്രായം എന്താ ഞാൻ അവളെ കല്യാണം കഴിക്കുന്നതുകൊണ്ട്? എൻ്റെ അഭിപ്രായം മുത്തശ്ശി സത്യസന്ധമായിട്ട് പറയണം. എടാ അലീനെന്ന് പറയുന്നത് നല്ല കുട്ടിയാ. അല്ല കല്യാണം കഴിച്ചുകൊണ്ട് വന്നാൽ മുത്തശ്ശിയെ നോക്കില്ലേന്ന് ചോദിച്ചു. നോക്കും, എന്നെ നോക്കുകയൊക്കെ ചെയ്യും, നല്ല കുട്ടിയാ. പക്ഷേങ്കിൽ അന്തസ്സും അഭിമാനവും ഒക്കെ കൈതയ്ക്കൽ മാളി വീടിന് അതിൻ്റെതായ ഒരു അന്തസ്സും അഭിമാനമൊക്കെ ഇല്ലേടാ. അതിപ്പം നാട്ടുകാരുടെ ഒക്കെ എന്ത് പറയും? ബാലേന്ദ്രൻ്റെ മോള, അത് ശരിയാവുന്ന കാര്യമാണോന്ന് ചോദിച്ചു. ഒന്നുമല്ലേലും വേറെ ഏതോ ഒരു സ്ത്രീക്ക് ഉണ്ടായതല്ലേ, എങ്ങനെ പഠിച്ച് പ്രസവിച്ചുണ്ടായതല്ലേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മനു ചോദിച്ചു, അല്ല മുത്തശ്ശി ഈ അന്തസ്സും അഭിമാനം എന്ന് പറഞ്ഞാൽ എന്താ, എനിക്കൊന്ന് മനസ്സിലാക്കി തരാവോ? മുത്തശ്ശിയുടെ മോള് വൈജയന്തി ആൻറ്റി പഠിച്ച് പ്രസവിച്ച കുട്ടി അലീനെന്ന് ഒന്ന് വിചാരിച്ചു നോക്കിയേ. അങ്ങനെയാണെങ്കിൽ മുത്തശ്ശി സമ്മതിക്കും അലീനെ കല്യാണം കഴിക്കാണെന്ന് ചോദിച്ചു. അപ്പോഴേക്കും
സൗദാമിനി മുത്തശ്ശി ഒന്ന് ഞെട്ടി. നീ എന്തൊക്കെയാടാ പറയണെന്ന് ചോദിച്ചു. നീ എന്താ ഇങ്ങനെ പറയണേ? അല്ല മുത്തശ്ശി ഒന്ന് ആലോചിച്ചിട്ടൊരു ഉത്തരം പറ. എൻ്റെ മനു, നീ ഇങ്ങനൊന്നും പറയല്ല. പിന്നെ എൻ്റെ മുത്തശ്ശിയുടെ മോളിങ്ങനെ പഴിച്ചു പ്രസവിച്ചല്ലേ? എന്നിട്ടാണ് ആ മുത്തശ്ശി ഈ കുടുംബത്തിൻ്റെ അന്തസ്സോ അഭിമാനത്തെക്കുറിച്ച് പറയണേ. ശരിക്കും പറഞ്ഞാൽ മുത്തശ്ശി, പിന്നെ എൻ്റെ അച്ഛനും ഉൾപ്പെടെ എല്ലാവരും ബാല്യം തന്നെ ഞങ്ങളോട് തെറ്റല്ലേ ചെയ്തേ? ആ കുടുംബത്തോടല്ലേ ക്രൂരത കാണിച്ചേ? ആ കുടുംബത്തിൻ്റെ അന്തസ്സോ അഭിമാനം കാത്തു സൂക്ഷിച്ചോ? ഇല്ലല്ലോ. ഒന്നും അറിയത്തില്ലാത്ത ആ പാവത്തിൻ്റെ തലയിലേക്ക് ആൻറ്റിയെ പോലെ ഒരുത്തിയെ കെട്ടിവെച്ചില്ലേ? ആ സമയത്തൊക്കെ കൈതയ്ക്കൽ മാളിക വേണ്ട അന്തസ്സോ അഭിമാനം എവിടെയായിരുന്നു? നിർത്തിപ്പോയിരിക്കുവാണ് മുത്തശ്ശിയെ. മുത്തശ്ശി ശരിക്കും നാണം കെട്ട് തല കുണിച്ചു. അപ്പോഴേക്കും മനു പറഞ്ഞു, മുത്തശ്ശി അന്തസ്സോ അഭിമാനമോ ഒന്നും നോക്കിയിട്ടൊന്നും കാര്യമില്ല. ആലീന നല്ലവളാണ്. മുത്തശ്ശി ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്ക്. തെറ്റു പറ്റാത്ത ആരുമില്ല. പക്ഷേങ്കിൽ ചിലരുണ്ട് അതിന് ന്യായീകരിച്ച് നിൽക്കുന്നവര്. പക്ഷെ അതും കൊണ്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ മുത്തശ്ശിനെ വേദനിപ്പിക്കാൻ ഞാൻ പറഞ്ഞൊന്നും അല്ല കേട്ടോ. ഇത്രയും പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ എന്നും പറഞ്ഞ് മനു അങ്ങോട്ടേക്ക് പോയി. ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയായി പോയി സൗദാമിനി മുത്തശ്ശിക്ക്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മനു പുറത്ത് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാരനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ടാക്സിക്കാർ അങ്ങോട്ട് വന്നേ. അതിനകത്ത് വന്ന് ഗംഗാധരൻ ഇറങ്ങി. ഗംഗാധരൻ അങ്ങനെ ടാക്സിക്കൂലിയൊക്കെ കൊടുത്ത് വരുമ്പോഴത്തേനും മനു ചോദിച്ചു, ഇതെന്താ വല്യച്ഛൻ എന്നാ കാറിനാണോ വന്നതെന്ന് ചോദിച്ചു. അതെന്താടാ എനിക്ക് കാറിന് വരാൻ മേലെ, വല്ല ട്രെയിനും വന്നുകൂടായിരുന്നു എന്ന് ചോദിച്ചു. ട്രെയിനും കാറ് മതിയെന്നേ, ഓരോരോ എക്സ്പീരിയൻസ് അല്ലേ, റോഡ് വഴി വരാമെന്ന് ഞാൻ കരുതി, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നേന്ന് പറഞ്ഞു. എടാ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിച്ചു. എന്ത് വിശേഷങ്ങൾ, ഹരിയെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയണം. അല്ല വല്യച്ഛൻ പോയ കാര്യങ്ങളൊക്കെ എന്തായി? കാര്യങ്ങളൊക്കെ കുറേ ആൾക്കാരെയൊക്കെ കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അകത്തേക്ക് കയറി വന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിരുന്ന് ആഹാരം കഴിക്കുകയാണ്. ആ സമയത്താണ് ശിവശങ്കരനോട് ചോദിക്കുന്നത്, അല്ല നിങ്ങൾ പോയ കാര്യങ്ങളൊക്കെ എന്തായെന്നൊക്കെ ചോദിക്കുന്നത്. ആ സമയത്ത് ശിവശങ്കരൻ പറഞ്ഞു, എന്താവാനായിട്ട് ഒന്നും ആയില്ല. ഒടുവിൽ പോക്സോ കേസും കൂടെ ആയി അവൻ്റെ തലയിൽ എന്ന് പറഞ്ഞു. പോക്സോ കേസോ? അതെ, അവൻ ആ പെങ്കൊച്ചിനെ ഇതിനു മുമ്പ് പീഡിപ്പിച്ചിട്ടുണ്ടെന്നാ. അല്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ എന്താവാനായിട്ടാ? അതിലൊന്നും ഊരിപ്പോരണമെങ്കിൽ ഞങ്ങൾ നോക്കിയിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. അലീനയാണല്ലോ അവളുമായിട്ട് ഇത്തിരിയെങ്കിലും അടുപ്പമുള്ളത്, ഒരു കമ്മ്യൂണിക്കേഷനും ഉള്ളത്. അവളുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കി അറിയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മനുവിനോട് ചോദിച്ചു, എടാ നീ അവിടേക്ക് പോയായിരുന്നോ? വൈജയെ കാണുക മറ്റോ ചെയ്തായിരുന്നോ എന്ന് ചോദിച്ചു. 1-2 വട്ടം പോയി. എന്നിട്ടോ? എന്ത് ചെയ്യാനാ, ഇപ്പം ആൻറ്റി ഒറ്റയ്ക്ക് പോരടിച്ച് നിൽക്കുക. അംഗബലം ഇല്ലാത്തതുകൊണ്ട് മാത്രം ഇങ്ങനെ നിൽക്കുന്നു. എന്താ അംഗബലം കുറഞ്ഞു പോയോ? ബബിതയില്ലേ എവിടെയെന്ന് ചോദിച്ചു. ബബിതയൊക്കെ ഇപ്പം തിരിഞ്ഞു വല്ലിച്ച. തിരിഞ്ഞെന്നോ? അവരൊക്കെ അലീനയുടെ പക്ഷമാണ്. അങ്ങനെ സംഭവിക്കാൻ വഴിയില്ലല്ലോ. പ്രത്യക്ഷത്തിൽ വൈജാൻറ്റിയുടെ ഒപ്പമാണെന്ന് പറച്ചില്ല, പക്ഷെ അങ്ങനെയല്ല, അലീനയുടെ ഭാഗത്താണ്. എടാ അതെങ്ങനെ സംഭവിച്ചു? അതെ, ഒരു തവണ ഞാൻ എൻ്റെ ഫോണിനകത്ത് അലീനയുടെ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു. അലീനയുടെ തലവഴി മണ്ണെണ്ണ ഒഴിച്ചില്ലേ ശരണ്യയുടെ വീട്ടിൽ പോയ സമയത്ത്. അവിടുത്തെ ആൾക്കാർ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ബബിത ഫ്ലാറ്റായിപ്പോയി. ബബിതയ്ക്ക് മനസ്സിലായി ആ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അലീന ഏതറ്റം വരെ പോകുന്നു. സ്വന്തം ജീവൻ ബലി കൊടുത്തും ആ കുടുംബത്തെ രക്ഷിക്കുമെന്ന്. അപ്പോൾ പിന്നെ അവർക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കമല പറഞ്ഞു, ഇവിടെയുണ്ട് 1-2 പേര്, ഒരു വകയ്ക്ക് കൊള്ളില്ല. അങ്ങനെയാ പെമ്പിളേരെ കണ്ടില്ലേ, സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗം ചെയ്യാൻ തയ്യാറായിട്ട് ഇരിക്കുമല്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പം ശിവശങ്കരൻ പറഞ്ഞു, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് എൻ്റെ കമലെ. അല്ല ശിവ, ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. എന്ത് ചെയ്യാനാ, എനിക്കറിയില്ല എൻ്റെ ഗംഗേട്ട എന്ത് ചെയ്യണമെന്ന്. അവനെ രക്ഷിക്കണമെങ്കിൽ ആ പെങ്കൊച്ചിനെയും ഒഴിമാറ്റി പറയണം. ആ പെങ്കൊച്ചിനെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറയണം. പോക്സോ കേസൊന്നും ഒഴിവായി കിട്ടിയാൽ മതി, അത്രയെങ്കിലും സമാധാനം ആയേനെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ അതിനിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. എടാ മനു, നീ അലീനയോടൊന്ന് സംസാരിച്ചു നോക്കിയാൽ. വെല്ലിച്ച, അലീനയോട് സംസാരിച്ചുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മുമ്പ് ബാലേന്ദ്രൻ ഞങ്ങൾ രോഹിത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച അന്ന് സംസാരിച്ചു നോക്കിയപ്പം അലീന അത് റിജക്റ്റ് ചെയ്തു. പിന്നെ ഞാൻ ഹരിക്ക് വേണ്ടി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവളത് സ്വീകരിച്ചില്ല. അപ്പം പിന്നെ ഈ കേസുമായിട്ട് അവളുടെ അടുത്ത് എന്നിട്ടുണ്ടെങ്കിൽ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എടാ എന്നാൽ ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ. വേണ്ട വെല്ലിച്ച, വെറുതെ വെല്ലിച്ചൻ്റെ വിലയും കൂടെ കളയേണ്ട കാര്യമില്ല. വെല്ലിച്ച സംസാരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. കമല പറഞ്ഞു, അല്ലെങ്കിലും അതെ, അച്ഛനും മോനും അതെ, ഒരു കാര്യം ഇട്ട് ചെയ്യത്തുമില്ല, ചെയ്യുന്നവരെ കൊണ്ടുപോയിട്ട് ചെയ്യിക്കത്തുമില്ല. ഇവിടെ ഇരുന്നു, എൻ്റെ മോനാണല്ലോ ജയിലിൽ കിടക്കുന്നേ, നിങ്ങൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പറയാമെന്ന് പറഞ്ഞു. ഉടനെ മനുവിന് ദേഷ്യം വന്നു. മനു ചാടി ഇങ്ങോട്ട് എഴുന്നേറ്റു. ഈ അമ്മയുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിലേ ഒരിടത്തും എത്താൻ പോകുന്നില്ല. അമ്മയോട് സംസാരിച്ചിരുന്ന് നമുക്ക് ഭ്രാന്ത് പിടിക്കുള്ളൂ. വെല്ലിച്ച മുറിയിലേക്ക് പോരെ, ഞാൻ അവിടെ കാണുമെന്ന് പറഞ്ഞു. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവന് വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കമല പറഞ്ഞു, എനിക്കറിയാടാ, നിനക്ക് അവളെ കെട്ടാനുള്ള ആ സൂക്കേടല്ലേ, അതങ്ങോട്ട് മനസ്സിൽ വെച്ചാൽ മതി, അത് നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. മനുഷ്യങ്ങൾ പറഞ്ഞു കാണാമെന്ന് പറഞ്ഞ് കയറിപ്പോയി. അപ്പോഴേക്കും
ഗംഗാധരൻ ചോദിച്ചു അതെന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായി ഗംഗേട്ട. അലീനയെ കല്യാണം കഴിക്കാൻ തയ്യാറാന്നും പറഞ്ഞുകൊണ്ട് മനു വന്നെന്ന് പറഞ്ഞു. അലീനയോ? അതേനെ, അവൻ കല്യാണം കഴിക്കുന്നുണ്ട്, അവളെ മാത്രം ഉള്ളെന്ന്. അത് ചിലപ്പം കമലയോടുള്ള ദേഷ്യത്തിന് അപ്പം പറഞ്ഞാന്ന് തോന്നിയെന്ന് പറഞ്ഞു. ആ സമയം മനു ബാൽക്കണിയിലേക്ക് വന്നിട്ട് പറഞ്ഞു, അതെ അങ്ങനെയൊന്നും അല്ല, അന്നേരത്തെ ആ ദേഷ്യത്തിന് പറഞ്ഞൊന്നുമല്ല, എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ്, ഞാൻ അവളെ കല്യാണം കഴിക്കുവോളെന്ന് പറഞ്ഞു. ഞെട്ടിപ്പോയി, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവരാ കാര്യങ്ങൾ. അപ്പോഴേക്കും കമലോട് നിന്നെ കാണിച്ചു തരാടാ, കെട്ടാൻ വേണ്ടി നീ തയ്യാറായിട്ടിരുന്നോ എന്ന് പറഞ്ഞ് കമല ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയി. ശിവശങ്കരൻ പറഞ്ഞ്, കണ്ടില്ലേ ഇതാ ഇവിടുത്തെ അവസ്ഥ. ഒന്നാമത്തെ കാര്യം ഹരിയുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് സമനില തെറ്റിയിരിക്കുക. അപ്പോഴാണ് അടുത്ത പ്രശ്നം. എല്ലാം കൂടെ ചിന്തിച്ച് എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. എൻ്റെ ഗംഗേട്ട എന്തെങ്കിലും എനിക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കി തരാൻ പറഞ്ഞുകൊണ്ട് ശിവശങ്കരൻ സങ്കടപ്പെടുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗംഗാധരൻ ഒരു കവറൊക്കെ ആയിട്ട് സൗദാമിനി അമ്മയുടെ അടുത്തേക്ക് വന്നു. ഇതെന്താടാ കവറിനകത്ത്? അത് അമ്മയ്ക്കുള്ള കുറച്ച് നട്ട്സും ഈന്തപ്പഴമൊക്കെയാന്ന് പറഞ്ഞു. ഇതെന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്ന്? അടുക്കള വെച്ചേക്കാൻ മേലായിരുന്നോ? അല്ല കമലയുടെ കൊടുക്കാൻ മേലായിരുന്നോ? അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അമ്മയ്ക്ക് കിട്ടില്ലെന്ന് എനിക്കറിയാം. എടാ ഇവിടെ വെച്ചാൽ അവൾ എടുത്തുകൊണ്ട് പോകും. ഞാൻ പറഞ്ഞോളാം കമലയോട്, എടുക്കണ്ടെന്ന് പറഞ്ഞോളാം. പിന്നെ അവൾ എടുക്കത്തില്ല എന്ന് പറഞ്ഞു. എടാ പിന്നെ എന്തൊക്കെയുണ്ട് നീ വിശേഷങ്ങൾ? തിരുവനന്തപുരത്തിന് പോയി എന്തായി കാര്യങ്ങൾ? അമ്മേ, തിരുവനന്തപുരത്തിന് പോയത് എൻ്റെ മിലിറ്ററി ക്യാമ്പിലുള്ള കുറച്ച് ആൾക്കാരെയൊക്കെ കാണാനായിട്ടാണ്. മുമ്പത്തെ കുറച്ച് ബന്ധങ്ങളൊക്കെ പുതുക്കാൻ വേണ്ടിയാണ്. കുറച്ച് ആൾക്കാരെ കണ്ടു, കുറച്ച് ആൾക്കാരെ കണ്ടില്ല. പിന്നെ നീ എവിടെയൊക്കെ പോയി? രാമുണ്ണിയമ്മാവൻ്റെ അവിടെ പോയി. എന്നിട്ട് അവരെ കണ്ട് സംസാരിച്ചു. പിന്നെ എല്ലാത്തടത്തും ഓരോ പ്രശ്നങ്ങളാണ്. പുറമേ ഒന്നും കാണില്ലെന്ന് വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല. ഉള്ളിൽ ഓരോ കുടുംബത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ കാണും. ശങ്കുണ്ണിയമ്മാവൻ്റെ വീട്ടിൽ അവിടുത്തെ ആ പെങ്കൊച്ചാണെങ്കിൽ ഏതോ ഒരു തമിഴിനെ സ്നേഹിച്ചു. അതിനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഇനി വേറെ ജീവിതമോ വേണ്ട, കല്യാണമോ വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. ആകെപ്പാടെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നിയമ്മേ. എല്ലാത്തടത്തും ഈ പ്രശ്നങ്ങൾ മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം സൗദാമിനി പറഞ്ഞു, എടാ മോനെ നീ വേറൊരു കാര്യം അറിഞ്ഞായിരുന്നോ? മനു ഉണ്ടല്ലോ, അവൻ അലീനയെ കല്യാണം കഴിക്കണമെന്ന്. അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു, അതുകൊണ്ട് അല്ല ഞാനങ്ങ് പറയുമായിരുന്നേ, ഇതിൻ്റെ പേരിൽ ഇവിടെ കമല ഭയങ്കര പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അത് നീ വല്ലതും അറിഞ്ഞായിരുന്നൊന്നൊരു ചോദ്യം. അത് കേട്ടിഞ്ഞപ്പോൾ ഗംഗാധരൻ പറഞ്ഞു, ഞാനൊന്ന് കേട്ടായിരുന്നു ഇങ്ങനൊരു കാര്യം. ഇല്ലടാ നിന്റെ അഭിപ്രായം എന്താ? നീ എന്താ അതിനെക്കുറിച്ച് പറയണമെന്ന് ചോദിച്ചു. ഗംഗാധരൻ പറഞ്ഞു, ഞാനിപ്പോൾ എന്ത് പറയാനായിട്ടാ? എനിക്കെന്ത് പറയാൻ പറ്റും? എടാ അത് ബാലേന്ദ്രൻ്റെ മോളല്ലേ, പിന്നെ നാട്ടുകാരോടൊക്കെ നമ്മൾ എങ്ങനെ പറയും? അതിന് ഗംഗാധരന് ഉത്തരവില്ലായിരുന്നു. ഗംഗാധരനൊന്നും മിണ്ടിയുമില്ല. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.